നമസ്കാരം. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മളെ ഓരോ ദിവസവും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലത്തൂരിൽ നിന്ന് രമ്യ ഹരിദാസിനെയും സരസുവിനെയും തോൽപ്പിച്ച് ആലത്തൂരിൻ്റെ എം പി ആയി പോയ കെ രാധാകൃഷ്ണന്റെ മന്ത്രിപദം ആർക്ക് കൊടുക്കും എന്നതിനെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ. അങ്ങനെ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ദാ മന്ത്രിപദം OR കേളുവിന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്ത മറ്റ് വകുപ്പുകൾ MP രാജേഷിനും അതുപോലെ തന്നെ VN വാസുവിനും കൊടുത്തിട്ടുണ്ട്. പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് OR കേളുവിനും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് VN വാസവനെയും പാർലമെന്ററി കാര്യം MP രാജേഷിനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ OR കേളു ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ഒരു വ്യക്തിയാണ്, വയനാട്ടിൽ നിന്നുള്ള ഒരു അംഗമാണ്. അപ്പോൾ അദ്ദേഹം നേരെ വരികയാണ്, മാധ്യമപ്രവർത്തകർ നേരെ മൈക്കുമായിട്ട് ചെല്ലുന്നു. എന്നിട്ട് ആദ്യത്തെ ചോദ്യം സന്തോഷമായില്ലേ എന്നാണ് OR കേളുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും സന്തോഷം വരുമല്ലോ, വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, ഒപ്പം വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ചോദിച്ചു പോട്ടെ, അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. എന്തായാലും ഒരു നല്ലൊരു കാര്യമാണല്ലോ, മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ LDF സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ഇതൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു വലതുപക്ഷ മാപ്ര ചോദിക്കുകയാണ്, അല്ല ഈ പട്ടിക വകുപ്പ് മാത്രമാണ് കിട്ടിയുള്ളൂ, മറ്റുള്ള വകുപ്പുകളൊക്കെ എന്താ കിട്ടിയില്ല, എന്താ അതിനെപ്പറ്റി പറയാനുള്ളതെന്ന്. അപ്പോൾ OR കേളു പറയുന്നുണ്ട്, പട്ടിക വകുപ്പ് മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്, മറ്റുള്ള വകുപ്പ് കൊടുക്കാനുള്ള കാരണം കൂടി OR കേളു പറയുന്നുണ്ട്. എത്ര മനോഹരമായാണ് അദ്ദേഹം മന്ത്രിപദം ഏറ്റെടുക്കാൻ പോകുന്നതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ടാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് കണ്ടത്, വളരെ പക്വതയോടെ. അതായത് ഒരു രാഷ്ട്രീയ വിവാദം ഇദ്ദേഹം മന്ത്രിപദം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ മാധ്യമങ്ങളുടെ ആദ്യ നീക്കമാണ് അദ്ദേഹം പൊളിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, അയ്യോ എനിക്കത് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ, അങ്ങനെ പറയാനാണ് അവർ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ കണ്ടോ, കെ രാധാകൃഷ്ണന്റെ വകുപ്പ് വീതിച്ചു കൊടുത്തതിൽ CPM-നുള്ളിൽ തർക്കം എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കൊടുക്കാമായിരുന്നു. പൊട്ടിത്തെറി, പടലപ്പിണക്കം എന്നൊക്കെ പറഞ്ഞ് പല വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നന്ദി ചർച്ച വരെ നടത്താനുള്ള ഒരു നല്ലൊരു കോണ്ടന്റ് കിട്ടിയാണ്. പക്ഷേ OR കേളു വളരെ മനോഹരമായി തന്നെ അതിന് ഉത്തരം നൽകി. പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ? അതെ, പട്ടികജാതി പട്ടികവർഗ രണ്ട് വിഭാഗത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നു. മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി? അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യ മന്ത്രിക്ക് ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. വിടുന്നില്ല, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഈ കെ രാധാകൃഷ്ണൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ കോളനി പോലുള്ള ചില പദങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളതെന്ന് ആ വിഷയത്തിലും. അതായത് കെ രാധാകൃഷ്ണനെയും ഒപ്പം ഈ OR കേളുവിനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി നോക്കിയതാണ്. അതിനും വളരെ മനോഹരമായി അദ്ദേഹം ഉത്തരം പറയുകയാണ്. പിന്നീട് മുഴുവൻ വയനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയതിന് കാരണം വയനാട് ഇപ്പോൾ ഇനി ഒരു ബൈ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ, അതിൽ LDF-ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറേ ചോദ്യങ്ങൾ അദ്ദേഹം പറയുന്നത്. പക്ഷേ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, കേരളത്തിൽ മുഴുവൻ ഈ പറയുന്നത് പോലെ എൻ്റെ പ്രവർത്തനം ആവശ്യമാണെന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. എന്തായാലും മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് ചോദ്യവും OR കേളുവിൻ്റെ മനോഹരമായിട്ടുള്ള മറുപടിയും നമുക്കൊന്ന് ആദ്യം ഒന്ന് കാണാം. ഇല്ല, മന്ത്രി ആയിട്ടില്ല. എന്നാലും പാർട്ടി തീരുമാനം എടുത്തു. അതെ, പാർട്ടി തീരുമാനം എടുത്തു. സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ പാർട്ടി തീരുമാനം ഗവൺമെൻറ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. വയനാട് ജില്ലയിൽ നിന്നാണല്ലോ താങ്കൾ വരുന്നത്. വയനാടിന് ഒരു മന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? അല്ല, വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗശല്യവും ഉണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങൾ. വയനാട് മന്ത്രിമാരില്ലായിരുന്നു, അതിൻ്റെ ഒരു അവിടെ രാഷ്ട്രീയമായ തിരിച്ചടിക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയില്ല, ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഒരു പുതിയൊരു ഉണർവുണ്ടാക്കും എന്ന് കരുതുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പം. കെ രാധാകൃഷ്ണൻ പരക്കാനായിട്ട് വരുന്നത് അതെങ്ങനെ കാണുന്നു? അല്ല, നമ്മുടെ കെ രാധാകൃഷ്ണനായാലും ബാലേട്ടനായാലും LDF-ൻ്റെ ഒരു നയമാണല്ലോ, അല്ല പോളിസിയാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്തുടരും, അത് തന്നെ. പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ? അതെ, പട്ടികജാതി പട്ടികവർഗ രണ്ട് വിഭാഗത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നു. മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി? അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ,
അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റ് കാര്യമന്ത്രിയൊക്കെ ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പാണ് രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, LDF ഗവൺമെൻറ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് കോളനി എന്ന വാക്ക് ഒഴിവാക്കിയതടക്കമുള്ള പരിഷ്കാരങ്ങളുണ്ട്. അത്തരം ഒരു വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമോ? അങ്ങനെയാണ്. അല്ല, അതൊക്കെ പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതെ, ശരി. അതൊക്കെ ശ്രദ്ധയിലുണ്ടല്ലോ സ്വാഭാവികമായിട്ടും വയനാട് എന്നുള്ള അംഗങ്ങളിൽ. അതെ. അതൊക്കെ ശ്രദ്ധയിൽ വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അവരുടെ ഒരു ഉന്നമനമാണല്ലോ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ആകെ ആവശ്യം. അല്ല, ഈ മേഖലയിൽ കുറേ വർഷമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ മേഖലയെ സംബന്ധിച്ച് ഒരു കൃത്യമാതിയുള്ള ഒരു വ്യക്തതയുണ്ട്. ഈ വന്യമൃഗ ശല്യമാണ് ആ മേഖലയിൽ ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. അവിടെയും എല്ലാ വനമേഖലയിലും അക്കാര്യത്തിൽ വയനാടിന് ഒരു പ്രത്യേക ഒരു ഇടപെടൽ താങ്കൾ നടത്തും. അത് വയനാട്ടിൽ ഇപ്പോൾ MLA എന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ഫണ്ട് തന്നെ ഞാൻ 2 കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മുൻപ് അട്ടപ്പാടിയിൽ എന്തെങ്കിലും ശക്തമായ ഇടപെടലുണ്ടാവും? അട്ടപ്പാടി ഇപ്പോഴും ഒരു പ്രശ്നമാത്ര മേഖലയായിട്ട് തുടരുന്നു. അത് അട്ടപ്പാടി മാത്രമല്ല, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ നന്നായി തന്നെ തിരിച്ചറിയാൻ കഴിയുമെന്ന് OR കേളു കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോക്കുകളിലും അദ്ദേഹത്തെ ഉപയോഗിച്ച് വിവാദമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കും ഇതൊരു മറുപടിയാണ്. ഇടതുപക്ഷത്തിനെതിരെ വാർത്തകൾ മെനഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന മാധ്യമപ്രവർത്തകർ ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തുന്നത് നല്ലതാണ്. എന്തിലും ഏതിലുമൊക്കെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് വളരെ മോശമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ നടത്തുന്ന ഈ അധാർമിക മാധ്യമപ്രവർത്തനം ഇനിയെങ്കിലും മാറ്റിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. OR കേളു വയനാടിൽ നിന്നുള്ളൊരു അംഗമാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്റ്റോറികൾ അദ്ദേഹത്തെക്കുറിച്ച് കൊടുക്കാം. എത്ര മനോഹരമായ ഒരു സന്ദേശമാണ് ഇതിലൂടെ LDF സർക്കാർ മുന്നോട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ OR കേളുവിനെ പോലൊരു വ്യക്തിക്ക് മന്ത്രിപദം കിട്ടുന്നു. ആ മന്ത്രിപദം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ജനതയുടെ, ആ ജനങ്ങളുടെ, ആ നാടിൻ്റെയൊക്കെ ഒരു ആഘോഷമാണ്. അതൊക്കെ വലിയൊരു ആഘോഷമായിട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഇടതുപക്ഷത്തിൻ്റെ MLA ആണല്ലോ, CPMൻ്റെ MLA ആണല്ലോ. ഇത് മറിച്ച് UDFൻ്റെ ഭരണകാലത്ത് വല്ലതുമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ അന്തിച്ചർച്ച നടത്തി ജനങ്ങളുടെ കയ്യടി മേടിച്ച് കൊടുപ്പിക്കാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഭരണം മാറി, മന്ത്രിമാർ മാറി, മാധ്യമങ്ങളുടെ നിറവും മാറി. എന്തായാലും ഇതൊരു കെട്ട നിറമാണ് മാപ്രകളെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.